വാഴ ടീം, അതായത് വിപിൻ ദാസ് പ്രൊഡ്യൂസ് ചെയ്ത് വിപിൻ എഴുതി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ. ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇതൊരു മരണ വീട്ടിൽ നടക്കുന്ന രസകരമായ ഇൻസിഡൻസ് എന്ന രീതിയിലാണ് ഈ സിനിമ. ഇതിന്റെ ഒരു പരസ്യവും ഇതിന്റെ റിലീസിന് മുമ്പുള്ള മാറ്റർ നമ്മൾ കണ്ടപ്പോൾ തോന്നിയത്. പക്ഷെ ഈ സിനിമ എന്ന് പറയുന്നത് കോമഡിക്കൊപ്പം തന്നെ വളരെ എന്താണ് യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടി ഈ സിനിമ കണ്ണോടിക്കുന്നുണ്ട്. ഒരു മരണ വീട്ടിൽ നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസ്, കൂടുതലും ഈ മരണമോ ആ വ്യക്തിയുടെ മരണത്തിലേക്കോ അവരുടെ പാസ്റ്റോ അതിലുണ്ടാക്കുന്ന ഇമോഷൻസിലോ അപ്പുറത്തേക്ക് ഈ മരണ വീട്ടിനകത്തും പുറത്തുമായി നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് ഈ സിനിമ സംസാരിച്ചു പോകുന്നത്. അതിൽ തന്നെ ഇതിൽ പല സ്ഥലങ്ങളിലും ഒരുപാട് ചിരി ഉണ്ടാക്കാൻ ഈ സിനിമയുടെ ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ജോമോൻ ജ്യോതിന്റെ ശക്തി എന്ന കഥാപാത്രം വളരെ മികച്ചു നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിജോ സണ്ണിയും അനശ്വരിയൊക്കെ കഥാപാത്രങ്ങൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. പക്ഷെ സിനിമയുടെ കോമഡി എന്ന് പറയുന്നത് പല സ്ഥലത്തും കൺസിസ്റ്റിംഗ് അല്ല, നമുക്ക് റിപ്പീറ്റഡ് ആയി വരുന്ന പോലത്തെ കോമഡി. അത് ശക്തിയുടെ പാർട്ട് തന്നെ ഒരുപാട് റിപ്പീറ്റേഷൻ വരുന്ന പോലെ തോന്നി. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിനയ മികവും ഡയലോഗ് ഡെലിവറിയും കൊണ്ട് പ്രത്യേകിച്ച് ആ റോള് വളരെ ശ്രദ്ധിക്കപ്പെട്ടു, സിനിമയുടെ ഒരു നെടുന്തൂണായി മാറി. പിന്നെ അസീസ് എന്ന നടൻ ഗംഭീരമായ പെർഫോമൻസ് ആണ് ഇതിനകത്ത് അനശ്വരയുടെ ഫാദറായിട്ട് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷെ അസീസിന്റെയും നമ്മുടെ വാഴ സിനിമയുമായിട്ട് ടച്ച് ചെയ്യുന്ന പോലത്തുള്ള ചില വോയിസ് മോഡുലേഷനിലേക്കൊക്കെ പോയെങ്കിലും ഒരു എന്താ പറയാ, ഒരു വളരെ ഓവർ ദ ടോപ്പ് ആയി പോകാവുന്ന ഒരു കോമഡിയാണ്. പക്ഷെ അധികം സീനുകളിലും നല്ല കൈയടക്കത്തോടുകൂടി സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് സംവിധാനം സാധിച്ചിട്ടുണ്ട്. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അത് വളരെ സാറ്റിസ്ഫൈങ് ആയ ഒരു ക്ലൈമാക്സും ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ബൈജുവിന്റെ കരയോഗം പ്രസിഡന്റ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുമറന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ട് ബൈജുവിന് അനായാസം മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയം തന്നെ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നതിലും ഇങ്ങനെ മരണ വീടാണെന്നൊരു ഔചിത്യബോധം മറന്നുള്ള ആൾക്കാരുടെ പെരുമാറ്റം നമ്മൾ ഒരുപാട് സിനിമകൾ മുമ്പ് ഒരു സീനിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സിനിമ മൊത്തം അങ്ങനെയാണ്. ഒരു യഥാർത്ഥ മരണ വീട് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാലല്ല, കോമഡികൾ പലതും ഓവർ ദ ടോപ്പ് തന്നെയാണെങ്കിലും വളരെ രസകരമായിട്ട് കഥാപാത്രങ്ങളുടെ പ്രകടനങ്ങൾ കൊണ്ട് സിനിമ കണ്ടിരിക്കാവുന്ന ഒരു അനുഭവമായി മാറിയിട്ടുണ്ട്. അപ്പോൾ വ്യസനസമേതം കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പങ്കുവെക്കുമല്ലോ. താങ്ക് യു.